ഇവിടെ നാട്ടിലെ ഭക്ഷണത്തെ പോലെ ക്രേവിംഗ് വരുന്ന വേറൊരു കാര്യമാണ് മോമോസ്. നാട്ടിലെ TCS ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ടൈമിലാണ് മോമോസിനെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് ഞാൻ കട്ട ഫാനായി. നാട്ടിൽ എപ്പോൾ പോയാലും മോമോസ് തിന്നിട്ടേ വരുള്ളൂ. ജർമ്മനിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ മോമോസ് ക്രേവിംഗ്സിന് ഞാനൊരു പരിഹാരം ഈ ഇടയ്ക്ക് കണ്ടെത്തി. ബൈ ദ വേ, ക്രേവിംഗിന് ജർമ്മനിൽ പറയുന്നത് ഡെ ഹൈസ് ഹുങ്ങർ എന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഷുട്ട്ഗാർട്ടിലെ മിലാനിയോ മോളിലാണ് വരുന്നത്. മോമോസ് തിന്നാനാണ് വരുന്നതെങ്കിലും ഇവിടെ എനിക്ക് കുറേ ഓർമ്മകളുണ്ട്. ഏകദേശം 9 വർഷം മുന്നേ ഞാൻ ആദ്യമായിട്ട് മിലാനിയോയിൽ വരുന്നത് എൻ്റെ ആദ്യത്തെ വിന്റർ ജാക്കറ്റ് മേടിക്കാനാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഇവിടെ പ്രീമാർക്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടുണ്ട്. കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ മിലാനുവിൽ വരുമ്പോൾ എനിക്ക് ഓരോ കോർണറിലും ഓരോ ഓർമ്മകൾ ഉണ്ടാവും. ബൈ ദ വേ, നൊസ്റ്റാൾജിയക്ക് എന്താണ് ജർമ്മൻ വാക്ക്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. ഇനി ബാക്ക് ടു മോമോസ്. ഇവിടെ ഫുഡ് കോർട്ടിലെ ഡസ് നുഡൽ ഡിങ്ങിൽ വരികയാണെങ്കിൽ മോമോസ് കിട്ടും. മോമോസിനെ ജർമ്മനിൽ മൗൾ ടാഷൻ എന്നാണ് ഇവർ വിളിക്കുന്നത്. ഇവിടെ ഹെൻഷൻ മൗൾ ടാഷനും ഉണ്ട്, ഷ്വൈന മൗൾ ടാഷനും ഉണ്ട്. ഞാൻ യൂഷ്വലി ഷ്വൈന മൗൾ ടാഷനാണ് മേടിക്കാറ്. ഇനി ഇത് കിട്ടുമ്പോൾ ഇതിന്റെ സൈഡിൽ സോയ് സോസ് ഉണ്ടാവും. പിന്നെ അപ്പുറത്ത് ഓപ്ഷണലായിട്ട് ചില്ലി ഓയിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കിത് ഓപ്ഷണൽ അല്ലല്ലോ. എത്ര ഷാർപ്പ് വേണം? യെസ് എന്നല്ലേ നമ്മുടെ ഉത്തരം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കോരി വാരി ഇതിന്റെ കൂട്ടത്തിൽ കഴിക്കുക എന്നുള്ളതാണ് എന്റെ ഹോബി. പിന്നെ ഇവിടെ വരുമ്പോൾ ഈ ചോപ്സ്റ്റിക്സ് ഒന്നും വെച്ച് കഴിക്കാൻ അറിയില്ലെങ്കിലും ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് മാത്രം ഞാൻ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും കഴിച്ചിരിക്കും. ചിലപ്പോഴൊക്കെ ലക്ഷ്യമാണല്ലോ മാർഗത്തിനെക്കാട്ടിലും പ്രധാനം. പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്കിതാ നല്ല സിറ്റി ലൈബ്രറിയുടെ വ്യൂ ഉണ്ട്, സ്റ്റാർട്ട് വീഡിയോ ടെക്. അതും കണ്ട് നമുക്ക് കഴിച്ച് ആസ്വദിക്കാം.